അർജുനായുള്ള തിരച്ചിൽ 13ാം ദിനവും തുടരും. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിലിറങ്ങിയുള്ള പരിശോധനയാണ് നടത്തുക. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. സരീഷ് പി.കെ. ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും അതിൽ നിന്നൊന്നും കണ്ടെത്താനായില്ല. 13ാം ദിവസത്തിലേക്ക് തിരച്ചിൽ എത്തുന്നു. ഇന്ന് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത്. ഏത് രീതിയിലുള്ള തിരച്ചിലാണ് ഇന്ന് നടത്തുക? എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്നും അർജുനായുള്ള കാത്തിരിപ്പ് തുടരുന്നത്. കാരണം ഇന്നലെ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിലിറങ്ങി പരിശോധന നടത്തി എന്നുള്ളത് തന്നെയാണ് ആ പ്രതീക്ഷയുടെ ആക്കം കൂട്ടുന്നത്. കാരണം ഇത്രയും നാൾ നേവി സംഘത്തിന് പോലും ആ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മാൽപ്പ ആ പുഴയിലേക്ക് ഇറങ്ങുകയും 8 തവണ പരിശോധന നടത്തുകയും ചെയ്തു എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നാണ്. പക്ഷേ ഇന്നലെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിയിരുന്ന CP4 എന്ന് പറയുന്ന ഈ മൺതിട്ട, അതായത് പുഴയുടെ നടുഭാഗത്താണ് മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ കൂടുതൽ പരിശോധന നടത്തണം, അവിടെ ഈ വാഹനവും ക്യാബിനും ഉണ്ട് എന്നായിരുന്നു ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയത്. പക്ഷേ അത്തരത്തിൽ ഈ പുഴയുടെ നടുഭാഗത്ത് ഇപ്പോൾ ആ വാഹനം ഇല്ല എന്ന ഏറെക്കുറെയുള്ള നിഗമനത്തിലേക്കാണ് ഈ സംഘം എത്തിയിരിക്കുന്നത്. കാരണം അവിടെയാണ് അദ്ദേഹം 6 തവണ മുങ്ങി പരിശോധന നടത്തിയത്. 5ാം തവണയും 6ാം തവണയും അവിടെ അദ്ദേഹം ഏതാണ്ട് 15 മിനിറ്റോളം സമയം ചിലവഴിച്ചിട്ടുണ്ട്. അഞ്ചാം മുങ്ങലിൽ 5 മിനിറ്റോളവും അടുത്ത മുങ്ങലിൽ 6ാം മുങ്ങലിൽ 8 മുതൽ 10 മിനിറ്റ് വരെയുള്ള സമയം അദ്ദേഹം അവിടെ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രദേശങ്ങളിൽ ഈ തിരച്ചിൽ തുടരും എന്ന് പറയാൻ കാരണം. നിലവിൽ അവസാന ഭാഗം അല്ലെങ്കിൽ അവസാന സമയത്ത് വൈകുന്നേരങ്ങളിൽ കരയ്ക്ക് കയറണം എന്നൊരു നിർദ്ദേശം നൽകിയതിന് തൊട്ട് മുമ്പ് അദ്ദേഹം CP3 എന്ന് പറയുന്ന, അതായത് കരയിൽ നിന്നും 110 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ചില സ്ഥലങ്ങൾ അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം CP3 എന്ന് പറയുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ട ആ മണൽത്തിട്ടയിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെയാണ്. അപ്പോൾ തീർച്ചയായും അവിടേക്ക് ഈ പുഴയിൽ നിന്നും ഈ വാഹനം മാറാനുള്ള സാധ്യത കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു പരിശോധന എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇറങ്ങാനായത്. രാവിലെ 11 മണിയോടെ അദ്ദേഹം എത്തിയെങ്കിലും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ഈ നേവിയും അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം അദ്ദേഹം സ്വയം വില്ലിങ്നെസ് അറിയിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വടംകെട്ടിയുള്ള പരിശോധനയ്ക്ക് അദ്ദേഹത്തിന് അനുമതി നൽകിയത്. ആദ്യ 2 ട്രയൽ പൂർത്തിയാക്കിയ അദ്ദേഹം 3ാമത്തെ ട്രയലിൽ അദ്ദേഹത്തിൻ്റെ ബന്ധിച്ചിരുന്ന കയറ് അത് അറ്റുപോകുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് വീണ്ടും കയർ കെട്ടി 4 ഭാഗത്തും ടൈറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇറങ്ങിയത്. മുള ഉപയോഗിച്ച് അതിനെ ടൈറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന 4ഓളം ബോട്ടുകൾ എത്തിച്ച് അതിനെ കുത്തി നിർത്തി അതിൽ നിന്നും ഡൈവ് ചെയ്യുന്ന പരിശോധനയുമൊക്കെയാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഏറ്റവും റിസ്കിയാണ് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ MLA-യുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്നലെ 6.8 നോട്ടിക്കൽ മൈലായിരുന്നു, നോട്ട്സ് ആയിരുന്നു അവിടെയുള്ള അടിയൊഴുക്ക്. അപ്പോൾ തീർച്ചയായും അതിനെ അതിജീവിച്ച് എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതോടൊപ്പം തന്നെ സീറോ വിസിബിലിറ്റി ഇപ്പോഴും തുടരുകയാണ്. കാരണം രാത്രികാലങ്ങളിൽ വളരെ ശക്തിയായ മഴയും കാറ്റും ഈ മേഖലയിലുണ്ട്. ഇന്നലെ പകൽ സമയത്ത് മഴ മാറി നിന്നെങ്കിൽ പോലും ഈ രാത്രികാലങ്ങളിൽ ഈ മഴയും കാറ്റും വളരെ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ കലങ്ങി മറിഞ്ഞാണ് ഈ ഗംഗാവലി പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറോ വിസിബിലിറ്റി എന്ന പ്രതിസന്ധിയും ഉണ്ടാവുന്നത്. കാരണം വലിയ രീതിയിൽ മണ്ണ് ഈ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാവുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായാൽ ഈ മണ്ണും ചെളിയും നേരെ എത്തുന്നത് ഈ ഗംഗാവലി പുഴയിലാണ്. നമ്മൾ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം, ഇനിയും 1.5 മാസത്തോളം സമയം സമാനമായൊരു സാഹചര്യമായിരിക്കും ഗംഗാവലി പുഴയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 1.5 മാസത്തോളം ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഏത് രീതിയിൽ പരിശോധന നടത്തും? ഇനിയിപ്പോൾ
അവിടെ വാഹനം കണ്ടെത്താനായാൽ പോലും ക്യാബിൻ കണ്ടെത്താനായാൽ പോലും എങ്ങനെയാണത് പുറത്തേക്കെടുക്കുക എന്ന് വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ അർജുനെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചാൽ പോലും ആ വാഹനം കരയ്ക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ അർജുനെ കരയ്ക്ക് എത്തിക്കുന്നതിൽ പോലും പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ സ്കാനറിലെല്ലാം, അല്ലെങ്കിൽ ഡ്രോൺ പറത്തിയുള്ള സ്കാനറിലാവട്ടെ, തെർമൽ സ്കാനറിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് റഡാർ ഉൾപ്പെടെയുള്ള സോണാർ ഉൾപ്പെടെയുള്ള പരിശോധനകളിലെല്ലാം പറയുന്നത് ഈ വാഹനത്തിന് ചുറ്റും ചെളിയും മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ പോലും അതിനടുത്തേക്ക്, അതായത് 5 മീറ്റർ താഴ്ചയിലാണ് ഈ വാഹനം ഉള്ളതെങ്കിൽ പോലും അതിനെ കവർ ചെയ്തുകൊണ്ട്, മുഴുവൻ ഭാഗങ്ങളിലും കവർ ചെയ്തുകൊണ്ട് ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മണ്ണ് നീക്കം ചെയ്യണം. അപ്പോൾ ഈ പുഴയിൽ മുങ്ങിക്കിടക്കുന്ന ഈ വാഹനത്തിൽ നിന്നും മണ്ണ് എങ്ങനെ നീക്കം ചെയ്യും എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ്. ഇന്നലെ ഈ ഈശ്വർ മാൽപേ താഴേക്ക് ഇറങ്ങുകയും ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങുകയും കമ്പി കൊണ്ട് കുത്തി പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. കാരണം 5 മീറ്റർ താഴേക്ക് പോവുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാരണം ഓരോ ഇഞ്ച് താഴോട്ട് പോകും തോറും അടിയൊഴുക്ക് വളരെ ശക്തമായി തുടരും. അപ്പോൾ സ്വാഭാവികമായും താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. ഒടുവിലാണ് ഈ മുള കുത്തി നിർത്തി അതിലൂടെ ഇറങ്ങുകയും ആങ്കർ ഇറക്കിയുള്ള പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് വാഹനത്തിലേക്ക് അടുത്തേക്ക് എത്താനായില്ല. അപ്പോൾ ഏറ്റവും അവസാനമായി ദിനവും ഒട്ടും പ്രതീക്ഷ കൈവിടാതെയാണ് നമ്മൾ അർജുനായുള്ള തിരച്ചിലേക്ക് കടക്കുന്നത്. ഇന്ന് ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിലിറങ്ങിയുള്ള പരിശോധനയാണ് നടത്തുക. ഒപ്പം ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ് സരീഷ് പി കെ നൽകിയത്.